നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ +2 തുല്യതാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി 2026 അക്ഷര കൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മലയാളം മാതൃകാ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിനും പഠിച്ച അറിവ് വ്യക്തമായും കൃത്യമായും അവതരിപ്പിക്കുന്നതിനും മാതൃകാ ചോദ്യപേപ്പറുകളുടെ പരിശീലനം ഏറെ സഹായകരമാണ്. ഓരോ വിഷയത്തിന്റെയും ചോദ്യരീതി, മാർക്ക്, സമയക്രമീകരണം എന്നിവ മനസ്സിലാക്കാനും പരീക്ഷാ രീതി പരിചിതമാകാനും ഇത്തരം പരിശീലനങ്ങൾ വളരെയേറെ സഹായിക്കും. മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി വിഷയങ്ങളുടെ മാതൃകാ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നതാണ്. +2 തുല്യതയുടെ നിരവധി ക്ലാസുകൾ ചാനലിൽ ലഭ്യമാണ്. ആ ക്ലാസുകളും കാണുക. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. ഉത്തരങ്ങൾ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അത് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സഹായമാകും. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ ഉത്തരം കണ്ടെത്തി എഴുതുവാനാണ്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം: ഒരു നായയുടെ ദയനീയാവസ്ഥ അവതരിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഒരു നായയുടെ ദയനീയാവസ്ഥ അവതരിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഓപ്ഷൻസ്: ഗ്രീഷ്മജനം, വെള്ളപ്പൊക്കത്തിൽ, ശേഷങ്ങൾ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. പേജ് നമ്പർ 17 തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ തികഞ്ഞ യജമാന സ്നേഹമുള്ള ഒരു നായയുടെ ദാരുണാന്ത്യമാണ് പറയുന്നത്. നാട്ടിൻപുറത്തുണ്ടായ അതിഭീകരമായ ഒരു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം: ഒപ്പനയിലെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഒപ്പനയിലെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഓപ്ഷൻസ്: സുറിയാനി മലയാളം, അറബി മലയാളം, അറബി. ഉത്തരം അറബി മലയാളം. ഉത്തരം അറബി മലയാളം. പേജ് നമ്പർ 52 വളയിട്ട കൈകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. മുസ്ലിം മതവിഭാഗത്തിന്റെ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആഘോഷങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സംഘനൃത്തമാണ് ഒപ്പന. വധുവിനെ മധ്യത്തിലിരുത്തി കൂട്ടുകാരികൾ വട്ടത്തിൽ അണിനിരന്ന് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്ന രീതിയാണ് ഒപ്പനയിലുള്ളത്. ഒപ്പനയിലെ ഗാനങ്ങൾ അറബി മലയാളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ പാഠഭാഗത്തിൽ തിരുവാതിരകളി, മാർഗംകളി എന്നിവയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. പാഠഭാഗം നല്ലതുപോലെ വായിച്ച് ഇവയെല്ലാം മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം: ടി പത്മനാഭന്റെ ചെറുകഥ ഏത്? ടി പത്മനാഭന്റെ ചെറുകഥ ഏത്? ഓപ്ഷൻസ്: പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക്, കൃഷിക്കാരൻ, അഗ്നി. ഉത്തരം പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക്. ഉത്തരം പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക്. പേജ് നമ്പർ 113 ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന പാഠഭാഗം അദ്ദേഹത്തിന്റെ പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറുമരത്തിന്റെ വീഴ്ചയിൽ വേദനിക്കുന്ന പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യന്റെ കഥയാണ് പാഠഭാഗം. അടുത്തത് നാലാമത്തെ ചോദ്യം: ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളയ്ക്കാതെ എന്തു ചെയ്യാനാണ് കവി ആവശ്യപ്പെടുന്നത്? ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളയ്ക്കാതെ എന്തു ചെയ്യാനാണ് കവി ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻസ്: ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക, തളർന്നിരിക്കുക, ഓടിപ്പോവുക. ഉത്തരം ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക. ഉത്തരം ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക. പേജ് നമ്പർ 138 ഉള്ളൂർ പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിത അദ്ദേഹത്തിന്റെ കിരണാവലി എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇത് സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുന്നണി പോരാളികൾക്ക് ഊർജം നൽകുന്നതിനു വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം: എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുപോ. ആരുടേതാണ് ഈ വരികൾ? എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുപോ. ആരുടേതാണ് ഈ വരികൾ?
ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല. ഉത്തരം ONV കുറുപ്പ്. ഉത്തരം ONV കുറുപ്പ്. പേജ് നമ്പർ 29 ONV കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. പെങ്ങൾ എന്ന കവിത അദ്ദേഹത്തിന്റെ അപരാഹ്നം എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. 6-7 ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലില്ല. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ പേജ് നമ്പർ 159 ജൈവ കൃഷി എന്ന പാഠഭാഗത്തു നിന്നുള്ളതാണ്. ചോദ്യങ്ങൾ നോക്കാം. 8ാമത്തെ ചോദ്യം, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് എങ്ങനെ? മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് എങ്ങനെ? കാറ്റും കുത്തിയൊലിക്കുന്ന വെള്ളവും മൂലം വളക്കൂറുള്ള മേൽമണ്ണ് നീക്കം ചെയ്യപ്പെടുകയും അതുമൂലം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ അമിതമായ രാസവള പ്രയോഗവും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നു. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പകുതിയും ഏത് സ്രോതസ്സിൽ നിന്നാണ്? ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പകുതിയും ഏത് സ്രോതസ്സിൽ നിന്നാണ്? ഉത്തരം ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്ന്. ഉത്തരം ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്ന്. 10ാമത്തെ ചോദ്യം, ജലം മലിനമാകുന്നത് എങ്ങനെ? ജലം മലിനമാകുന്നത് എങ്ങനെ? ഉത്തരം രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ അമിതമായ ഉപയോഗം ജലം, വായു, മണ്ണ് എന്നിവയെ മലിനപ്പെടുത്തുന്നു. കൂടാതെ വ്യാവസായിക മാലിന്യങ്ങൾ, ഗാർഹിക മാലിന്യങ്ങൾ എന്നിവ ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുമ്പോഴും ജലം മലിനമാകുന്നു. അടുത്തത് 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 1 or 2 വാക്യത്തിൽ ഉത്തരമെഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 11ാമത്തെ ചോദ്യം, പത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ധാർമ്മികമായ ഭരണക്രമമാണെന്ന് പറയാൻ കാരണമെന്ത്? ചോദ്യപേപ്പറിൽ ഭ്രമമെന്നാണ് എഴുതിയിരിക്കുന്നത്, അച്ചടിപ്പിശകാണ്. ശരിയായത് ഭരണക്രമം എന്നാണ്. അപ്പോ 11ാമത്തെ ചോദ്യം, പത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ധാർമ്മികമായ ഭരണക്രമമാണെന്ന് പറയാൻ കാരണമെന്ത്? പേജ് നമ്പർ 77 KK ശ്രീധരൻ നായരുടെ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പത്രങ്ങൾ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളിൽ 4ാമത്തേതാണ്. മറ്റുള്ളവ പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയാണ്. രാഷ്ട്രീയ ഭരണക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി ധാർമ്മിക ഭരണക്രമം സൃഷ്ടിക്കുന്നത് പത്രങ്ങളാണ്. ശക്തവും സ്വതന്ത്രവുമായ പത്രലോകത്തിന് നീതി നിലനിർത്താനും സത്യം പരിരക്ഷിക്കാനും അച്ചടക്കം പരിപോഷിപ്പിക്കാനും സ്വഭാവമഹിമ വളർത്തിയെടുക്കുവാനും കഴിയും. അടുത്തത് 12ാമത്തെ ചോദ്യം, നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ഞാഞ്ഞൂലുകൾ, എട്ടുകാലികൾ എന്നീ പദങ്ങളുടെ പ്രയോഗഭംഗി എഴുതുക. നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ഞാഞ്ഞൂലുകൾ, എട്ടുകാലികൾ എന്ന പദങ്ങളുടെ പ്രയോഗഭംഗി എഴുതുക. പേജ് നമ്പർ 126 S. ജോസഫിന്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിത അദ്ദേഹത്തിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അവഗണനയും അടിച്ചമർത്തലുകളും അനുഭവിക്കുന്നവരാണ് നാടോടികൾ. ഗ്രഹണ സമയത്ത് ഏത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് പറയുന്നത് പോലെ തങ്ങളുടേതായ ഒരു ഗ്രഹണ സമയത്തിന് അഥവാ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കുന്നവരാണ് നാടോടി വർഗം. അടിച്ചമർത്തപ്പെട്ടവർക്കും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കാമെന്ന പ്രത്യാശ കവിത നൽകുന്നു. എട്ടുകാലികൾ എന്ന പ്രയോഗം നോക്കാം. സമകാലിക വീട്ടുജീവിതത്തിന്റെ ഉൾത്തളങ്ങളിൽ വലകെട്ടി ചുണ്ടിൽ വിഷം നിറച്ച് ഇണയെ കാത്തിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ എട്ടുകാലികൾക്ക് സമമായി മാറുന്നു. ഇത് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കാപട്യം തുറന്നു കാട്ടുന്നു. ഈ പ്രയോഗങ്ങൾ നാടോടികളുടെയും വീട്ടുകാരുടെയും ജീവിത വ്യത്യാസം വ്യക്തമാക്കുകയും കവിതയ്ക്ക് ആശയ ഗാംഭീര്യം നൽകുകയും ചെയ്യുന്നു. അടുത്തത് 13ാമത്തെ ചോദ്യം, തോൽവി ജയമെന്ന് ലോകർ സമ്മതിക്കുന്നത് എപ്പോൾ? തോൽവി ജയമെന്ന് ലോകർ സമ്മതിക്കുന്നത് എപ്പോൾ? ജീവിതം വിജയങ്ങൾ കൊണ്ട് മാത്രം നിർവചിക്കപ്പെടുന്നതല്ല, തോൽവികൾ വിജയത്തിലേക്കുള്ള വഴിയാണ് എന്ന സത്യം ഭാവപൂർണമായി പ്രകടിപ്പിക്കുന്നതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിത. പോർക്കളത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ജയവും തോൽവിയും സാധാരണമാണ്. കഠിനാധ്വാനത്തോടെ പരിശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ തോൽവി നേരിടേണ്ടി വരും.
നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു തോറ്റാൽ പോകട്ടെ എന്ന് കരുതുക. സത്യം, ധർമ്മം, ന്യായം, ഉദ്ദേശശുദ്ധി എന്നിവയെ മുറുകെ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ആ തോൽവിക്ക് പിന്നിൽ തിളങ്ങുന്ന ജയം തന്നെയാണ്. ലോകം ഒരാളെ വിജയിയായി അംഗീകരിക്കുന്നത് അയാളുടെ പ്രവൃത്തിയുടെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. ഒരാൾ തന്റെ പ്രവൃത്തിയിലും ചിന്തയിലും ഉറച്ചു നിൽക്കുമ്പോൾ ലോകം പിന്നീട് അയാളുടെ തോൽവിയെ ജയമാക്കി വിലമതിക്കുന്നു. അതായത് ഒരാളുടെ ലക്ഷ്യങ്ങൾ മഹത്വമുള്ളതും നന്മയിലേക്കുള്ളതുമായിരിക്കുമ്പോൾ ഉടനടി പരാജയം നേരിട്ടാലും കാലം കഴിയുന്തോറും ആ പരാജയം ജയമായി ലോകം അംഗീകരിക്കും. അടുത്തത് 14ാമത്തെ ചോദ്യം. പുരോഗമന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്ത് അവതരിപ്പിക്കുന്ന ഒരു സംഭവം എഴുതുക. പുരോഗമന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്ത് അവതരിപ്പിക്കുന്ന ഒരു സംഭവം എഴുതുക. പേജ് നമ്പർ 41 ഉദാത്തമായ സന്ദേശങ്ങൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. APJ അബ്ദുൽ കലാം രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു പുതിയ അധ്യാപകൻ വന്നു. കലാം തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന രാമനാഥ ശാസ്ത്രിയുടെ കൂടെയാണ് സ്ഥിരമായി ഇരിക്കാറുള്ളത്. എന്നാൽ ഒരു മുസ്ലിം ബാലനും ബ്രാഹ്മണ ബാലനും ഒന്നിച്ചിരിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിക്കാരനായ ആ അധ്യാപകന് ഇഷ്ടമായില്ല. അയാൾ കലാമിനെ പുറകിലെ ബെഞ്ചിലേക്ക് മാറ്റി. ഈ വിവരം കുട്ടികൾ മാതാപിതാക്കളോട് പറയുകയും രാമനാഥ ശാസ്ത്രിയുടെ പിതാവ് ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിച്ച് കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറഞ്ഞു. ആ അധ്യാപകൻ തന്റെ തെറ്റിൽ ഖേദിക്കുകയും ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ചെയ്തു. കലാമിന്റെയും രാമശാസ്ത്രിയുടെയും രക്ഷിതാക്കളുടെ പുരോഗമന ചിന്താഗതി തികച്ചും മാതൃകാപരമാണ്. മറ്റൊരു സംഭവം കൂടി നോക്കാം. ഒരു ദിവസം ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യർ അബ്ദുൽ കലാമിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. എന്നാൽ ഒരു മുസ്ലിം ബാലനെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമായില്ല. അതിനാൽ അവർ ഊണ് വിളമ്പിക്കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ പ്രവൃത്തി കലാമിന് വളരെയേറെ വിഷമമുണ്ടാക്കി. എന്നാൽ ശിവസുബ്രഹ്മണ്യർ തന്റെ ശിഷ്യന് സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം വിളമ്പുകയും അടുത്തിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്തു. എന്നിട്ട് തന്റെ ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വ്യവസ്ഥിതിയെ മാറ്റി തീർക്കാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഭർത്താവിന്റെ ഈ പുരോഗമന ചിന്താഗതി ശിവസുബ്രഹ്മണ്യരുടെ ഭാര്യയുടെ മനസ്സിന് പരിവർത്തനമുണ്ടാക്കുകയും അടുത്ത തവണ കലാം ചെന്നപ്പോൾ അവർ തന്നെ സ്വീകരിച്ച് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. 15ാമത്തെ ചോദ്യം. തന്റെ വേദനയല്ല മുരിങ്ങയുടെ നാശമാണ് കഥാകാരനെ വേദനിപ്പിച്ചത്. പാഠഭാഗത്ത് നിന്നും ഉദാഹരണം കണ്ടെത്തി എഴുതുക. തന്റെ വേദനയല്ല മുരിങ്ങയുടെ നാശമാണ് കഥാകാരനെ വേദനിപ്പിച്ചത്. പാഠഭാഗത്തു നിന്നും ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഈ ചോദ്യം മുൻ വർഷങ്ങളിൽ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 6 മാർക്കിന് ചോദിച്ചാലും ഉത്തരമെഴുതാൻ പറ്റുന്ന രീതിയിൽ വിശദീകരിക്കാം. ടി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ജീവന്റെ വഴി എന്ന പാഠഭാഗത്തിൽ കഥാകാരൻ നട്ടുവളർത്തിയ ഒരു മുരിങ്ങ മരം ഒടിഞ്ഞു വീഴുന്നതും അത് കഥാകാരനുണ്ടാക്കിയ മനോവിഷമവുമാണ് പറയുന്നത്. മുരിങ്ങമരത്തോട് അദ്ദേഹത്തിനുള്ള ആത്മബന്ധം വളരെ വലുതാണ്. പാറപ്പുറത്ത് മുരിങ്ങ നടാൻ പാകത്തിൽ മണ്ണുള്ള സ്ഥലങ്ങൾ വേറെ ഇല്ലാതിരുന്നതിനാലാണ് ഭാര്യ എതിർത്തിട്ടും വീടിനോട് ചേർന്ന മുരിങ്ങമരം നട്ടത്. ഒരു ദിവസം യാതൊരു കാരണവുമില്ലാതെ മുരിങ്ങമരം ഒടിഞ്ഞു വീണു. മുറിപ്പാടിൽ നീരൊലിച്ചു നിൽക്കുന്ന മുരിങ്ങമരത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിതനാവുകയും തനിക്ക് മുറിവേറ്റതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും വീടിന്റെ മേൽക്കൂര താങ്ങായി നിന്നതുകൊണ്ട് മുരിങ്ങമരം 2 കഷ്ണമായില്ലെന്നത് അദ്ദേഹത്തിന് ചെറിയ ആശ്വാസം നൽകുന്നു. എന്നാലും അന്നത്തെ ദിവസം കൂടുതലും ചെലവിട്ടത് വരാന്തയിലും മുറ്റത്തുമായിരുന്നു. മാസങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലതുകൈയുടെ വേദനയെക്കുറിച്ച് പോലും അദ്ദേഹം അപ്പോൾ മറന്നുപോയി. മുരിങ്ങമരത്തിലെ കായ്കൾ സഞ്ചിയിലാക്കി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുമായിരുന്നു. ഇനി അതിന് കഴിയില്ല എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അതുപോലെ വെയിൽ മൂക്കുമ്പോൾ എന്നും നിറയെ പക്ഷികൾ മുരിങ്ങമരത്തിൽ വിരുന്നുകാരായി എത്തിയിരുന്നു. അവരിൽ ചിലർ കലപില ശബ്ദമുണ്ടാക്കും, ചിലർ ആകാശത്തേക്ക് നോക്കി ഉറക്കെ പാടും,
പലതരം കിളികൾ, ഓലഞ്ഞാലി, ബുൾബുൾ, വണ്ണാത്തിപ്പുള്ള്, മരത്തിന്റെ തണലിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കി കൊത്തിപ്പറക്കുന്ന ചപ്പില കിളികൾ, നൃത്തം ചെയ്യുന്ന ശലഭങ്ങൾ, മൂളിപ്പറക്കുന്ന വണ്ടുകൾ. ഇന്നിപ്പോൾ ആരെയും കണ്ടില്ല. ശിരസ് പോയ മുരിങ്ങയുടെ മുമ്പിൽ മൂകനായി താൻ മാത്രം നിൽക്കുന്നത് കഥാകൃത്തിനെ അതീവ ദുഃഖത്തിലാഴ്ത്തി. 16-ാമത്തെ ചോദ്യം, ഗാന്ധാരി കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഗാന്ധാരി കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. പേജ് നമ്പർ 11 ഗാന്ധാരി വിലാപം ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. കുരുക്ഷേത്ര യുദ്ധശേഷം യുദ്ധഭൂമിയിലെത്തുന്ന ഗാന്ധാരി കാണുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ പറയുന്നത്. പാണ്ഡവർക്കും കൗരവർക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് യുദ്ധക്കളത്തിൽ വീണുപോയത്. പുത്രന്മാരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട ഗാന്ധാരി യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് വിലപിക്കുന്നത്. അല്ലയോ കൃഷ്ണ, ഭൂമിയിലെ രാജാക്കന്മാരിൽ കേമനായ ഭഗദത്തൻ അർജുനന്റെ അമ്പേറ്റ് ചോരയിൽ കുളിച്ച് വീണ് കിടക്കുന്നത് നീ കാണുന്നില്ലേ? നിന്റെ സഹോദരിയുടെ മകനായ അഭിമന്യുവിന്റെ മരണമെങ്കിലും നിനക്ക് തടയാമായിരുന്നില്ലേ? ദുശ്ശലയും സുഭദ്രയും അതീവ ദുഃഖിതരായി കരയുന്നത് നീ കാണുന്നില്ലേ? അത് കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ ഇരിക്കുന്ന ശ്രീകൃഷ്ണനോട് നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ എന്നും ഗാന്ധാരി ചോദിക്കുന്നുണ്ട്. ഇതിലൂടെ കൃഷ്ണന്റെ ഹൃദയ കാഠിന്യമാണ് ഗാന്ധാരി സൂചിപ്പിക്കുന്നത്. അടുത്തത് 17-ാമത്തെ ചോദ്യം, ഉചിതമായവ പട്ടികപ്പെടുത്തുക. പട്ടിക ക്രമപ്പെടുത്തി എഴുതാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 1-ാമത്തെ കോളത്തിൽ സാഹിത്യകാരന്മാരുടെ പേരുകളും 2-ാമത്തെ കോളത്തിൽ അവരുടെ കൃതികളും 3-ാമത്തെ കോളത്തിൽ ആ കൃതികളിലെ സംഭാഷണവും വരികളുമാണ് തന്നിരിക്കുന്നത്. 1-ാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ പേരുകൾ നോക്കാം. എഴുത്തച്ഛൻ, കടമ്പനിട്ട രാമകൃഷ്ണൻ, എസ് ജോസഫ്, ടി പത്മനാഭൻ, എം.ടി. വാസുദേവൻ നായർ. കൃതികൾ നോക്കാം. ജീവന്റെ വഴി, മഹാഭാരതം കിളിപ്പാട്ട്, കോഴി, സുഹൃതം, നാടോടികളും വീട്ടുകാരും. ഇനി വരികളും സംഭാഷണവും നോക്കാം. നിന്റെ ജീവിതം നിൻകാര്യം മാത്രം, അവർ എങ്ങോട്ടു പോകുന്നു, ഇത് മുറിച്ചു നീക്കേണ്ടേ, ചെയ്തിരത്തോളം ചികിത്സ മതി, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ. ഇനി ഇതൊന്ന് ക്രമപ്പെടുത്തി എഴുതാം. എഴുത്തച്ഛൻ, മഹാഭാരതം കിളിപ്പാട്ട്, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ. എഴുത്തച്ഛൻ, മഹാഭാരതം കിളിപ്പാട്ട്, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ. അടുത്തത് കടമ്പനിട്ട രാമകൃഷ്ണൻ, കോഴി, നിന്റെ ജീവിതം നിൻകാര്യം മാത്രം. കടമ്പനിട്ട രാമകൃഷ്ണൻ, കോഴി, നിന്റെ ജീവിതം നിൻകാര്യം മാത്രം. അടുത്തത് എസ് ജോസഫ്, നാടോടികളും വീട്ടുകാരും, അവർ എങ്ങോട്ട് പോകുന്നു. എസ് ജോസഫ്, നാടോടികളും വീട്ടുകാരും, അവർ എങ്ങോട്ട് പോകുന്നു. അടുത്തത് ടി പത്മനാഭൻ, ജീവന്റെ വഴി, ഇത് മുറിച്ചു നീക്കേണ്ടേ. ടി പത്മനാഭൻ, ജീവന്റെ വഴി, ഇത് മുറിച്ചു നീക്കേണ്ടേ. അടുത്തത് എം.ടി. വാസുദേവൻ നായർ, സുഹൃതം, ചെയ്തിരത്തോളം ചികിത്സ മതി. എം.ടി. വാസുദേവൻ നായർ, സുഹൃതം, ചെയ്തിരത്തോളം ചികിത്സ മതി. ഇത് ഈ ക്രമത്തിൽ എഴുതുക. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളും മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പർ വിശകലനവും ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.